പത്തനംതിട്ടയിലെ കൂടലിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൂടൽ മുറിഞ്ഞകൽ വാഹനാപകടത്തിൽ മരിച്ച 4 പേര്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു ദിവസം നമുക്ക് അറിയാം. അന്ന് ഇതുപോലെ മോർണിംഗ് വാക്കിന് നമ്മൾ വന്ന സമയത്താണ് ഈ അപകട വാർത്ത 24 ആദ്യം അറിയിക്കുന്നത് പ്രേക്ഷകരെ. ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു. അതിൽ 4 പേരുടെ മരണം സംഭവിക്കുന്നു. ആ സംഭവത്തിലാണ് ഇപ്പോൾ 4 പേരുടെയും സംസ്കാരം ഇന്ന് നടക്കുന്നു എന്ന വാർത്ത അപ്പോൾ വരുന്നത് അല്ലേ. മരിച്ച മത്തായി ഈപ്പൻ, മകൻ നിഖിൽ ഈപ്പൻ, ഭാര്യ അനു ബിജു, അനുവിന്റെ പിതാവ് ബിജു ജോർജ്. അപ്പോൾ ശ്രീജിത്ത് ശ്രീകുമാരനുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്തെ 6 മണിയോടുകൂടെ തന്നെ മൃതദേഹങ്ങൾ വീടുകളിലേക്ക് എത്തിക്കും. അതിനുശേഷം 8 മണിയോടുകൂടെ സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കുമെന്ന സൂചനയാണ് നമുക്ക് ലഭിച്ചത്. അങ്ങനെ തന്നെയല്ലേ? 6 മണിയോടെ മൃതദേഹങ്ങൾ എത്തിക്കുമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ അറിയിച്ചിരുന്നത്. എന്തായാലും ഇപ്പോഴും ഇടത്തട്ടയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ നിന്ന് ഇതുവരെ മൃതദേഹങ്ങൾ പുറത്തിറക്കിയിട്ടില്ല. ഏതാണ്ട് ഒരു 6:45 വീടുകളിലേക്ക് എത്തിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ 2 വീടുകളിലും മൃതദേഹം വളരെ കുറച്ച് സമയം മാത്രമേ കിടത്തുന്നുള്ളൂ. അവിടെ പൊതുദർശനമൊന്നും ഇല്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അടുത്ത ബന്ധുക്കൾക്ക് മാത്രം മൃതദേഹങ്ങൾ ഒരു നോക്ക് കാണാൻ അവരുടെ വീടുകളിൽ എത്തിച്ചു എന്ന് ഒരു പേരിന് മാത്രം അവിടെ കൊണ്ടുപോയി കുറച്ച് നേരം കിടത്തിയതിന് ശേഷം നേരെ തൊട്ട് അടുത്തുള്ള പള്ളിയിലേക്ക്, അവരുടെ സ്വന്തം ഇടവക പള്ളിയിലേക്ക് ഈ മൃതദേഹം എടുക്കും. ആ പള്ളി ഓഡിറ്റോറിയത്തിലാണ്, പൂങ്കാവ് പള്ളി ഓഡിറ്റോറിയത്തിലാണ് ഈ പൊതുദർശന ചടങ്ങുകൾ നീണ്ടു നിൽക്കുക. അത് ഏതാണ്ട് ഒരു 12:30 മണി വരെ തുടരും. 12:30 മണിയോടുകൂടി ഈ പൊതുദർശന ചടങ്ങുകൾ അവസാനിക്കും. അതിനുശേഷം സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഒരു നാട് പൂർണ്ണമായി കുറേ മനുഷ്യരുടെ കൂടെ ഒപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അവരുടെ വീട്ടുകാരോടൊപ്പം അതുപോലെ തന്നെ നാട്ടുകാരോടൊപ്പമൊക്കെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ 4 മൃതദേഹങ്ങളും വീടുകളിലേക്ക് എത്തിക്കും. മുറിഞ്ഞകൽ വാഹന അപകടം അത് ഏറ്റവും ആദ്യം റിപ്പോർട്ട് ചെയ്തത് 24 ആയിരുന്നു. നമ്മളവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച ഈ മൃതദേഹങ്ങൾ പൂർണ്ണമായി വഴിയരികിൽ കിടക്കുന്നതും അതുപോലെ തന്നെ ആളുകളെ എടുത്തു കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ മൃതദേഹങ്ങൾ മോർച്ചറിയിൽ നിന്ന് വീടുകളിലേക്ക് കൊണ്ടുപോകും. അതാണ്. അപ്പോൾ നമുക്ക് ശ്രീജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും വേദനയുള്ളത് നിഖിലിൻ്റെയും അനുടെയും കാര്യമാണ്. കല്യാണം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് ഏതാണ്ട് ഒരു 2 ആഴ്ചയ്ക്ക് ഉള്ളിൽ ഒരു അന്ത്യയാത്ര എന്ന് പറയുമ്പോൾ അത് ആ വീട്ടുകാർക്കും ഒപ്പം ആ നാട്ടുകാർക്കും അത് സഹിക്കാൻ കഴിയുന്നതല്ല. അവരുടെ വിശേഷങ്ങളൊക്കെ അന്ന് കണ്ടതാണ്. ഒരുപാട് കാത്തിരുന്നുണ്ടായ വിവാഹം പിന്നീട് മധുവിധുനായി സിംഗപ്പൂരിലേക്ക് മലേഷ്യയിലേക്ക് പോയി വന്നു. ആ സമയത്ത് വീട്ടിലേക്ക് മടങ്ങവെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അതും 2 പേരുടെയും അച്ഛന്മാരും ആ യാത്രയിലോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും വലിയ സങ്കടമാണ് ആ നാട്ടിലാകെ അവരുടെ വിയോഗം കൊണ്ടുണ്ടാക്കിയിരിക്കുന്നത്.